കോവിഡിന് ശേഷം ഏവിയേഷൻ ഇൻഡസ്ട്രി എത്രത്തോളം വളർന്നുവെന്നത് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എയർപോർട്ടുകളുടെ എണ്ണം ഇന്ത്യയിൽ കൂടിയത് ഇരട്ടിയാണ്. അതായത് 70 സംതിങ് ഉണ്ടായിരുന്ന എയർപോർട്ടുകളുടെ എണ്ണം ഏകദേശം 160ക്ക് മുകളിലേക്കായിരിക്കുകയാണ്. അതുപോലെ തന്നെ ടെർമിനലുകളുടെ എണ്ണവും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻസും അതുപോലെ തന്നെ ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റുകളുടെ എണ്ണവും എല്ലാം വർദ്ധിച്ചിരിക്കുകയാണ്. ഇവിടെയെല്ലാം സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിന് ശേഷം ആളുകൾ ട്രാവൽ ചെയ്യുന്നത് കൂടി എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മളുടെ നെയ്ബേഴ്സോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ എത്രത്തോളം ട്രാവൽ ചെയ്യുന്നത് കൂടിയിരിക്കുന്നു എന്നുള്ളത്. ഇവിടെയെല്ലാം ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സപ്പോർട്ടിംഗ് ഏജൻസികളോ അല്ലെങ്കിൽ അതിലേക്ക് ഓപ്പറേഷൻ സെക്ഷനിലേക്ക് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ എണ്ണവും ഇതോടനുബന്ധിച്ച് തന്നെ കുത്തനെ ഉയർന്നിട്ടുണ്ട്. ഈ ഉയർച്ച ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി കോഴ്സുകൾ പഠിക്കുന്ന സ്റ്റുഡൻസിനും വളരെ ഉപകാരപ്രദമാണ് എന്നുള്ളത് ഇനി ഞാൻ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി വളരെ അധികം ജോലി സാധ്യതകളുമായിട്ട് ഇപ്പോഴും എപ്പോഴും ഹയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡിപ്ലോമ കോഴ്സ് വഴി തീർച്ചയായും നിങ്ങൾക്ക് ഈ കരിയർ സ്വന്തമാക്കുവാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മാത്രമാണ്, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അക്കാഡമി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലതാണോ, ഒരു നല്ല കരിയർ സ്റ്റാർട്ടിംഗ് തരുമോ എന്നുള്ളതാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.